സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു: നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കാൽവരി യാഗത്തിന് മുൻപ് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപിയായ മനുഷ്യന് പ്രവേശനം സാധ്യമല്ലായിരുന്നു. പുരോഹിതൻ നിയമപ്രകാരമുള്ള യാഗങ്ങളുടെ പിൻബലത്തോടെ അത്യന്തം ഭയത്തോടെ ദൈവം അനുവദിച്ച ഇടം വരെ ചെന്ന് മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്തു പോന്നു. എന്നാൽ പൂർണ്ണ സമാധാനം നൽകുവാൻ ഈ യാഗങ്ങൾക്കൊന്നിനും കഴിഞ്ഞിരുന്നില്ല. മനുഷ്യൻ കഴിച്ചു വന്ന ഒരു യാഗത്തിനും മനുഷ്യകുലത്തെ അവരുടെ പാപശിക്ഷയിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്നെ മനുഷ്യനായി വന്ന് സകല ജനത്തിനും പൂർണ്ണ സമാധാനം നൽകുന്ന പ്രായശ്ചിത്ത ബലി അർപ്പിച്ചിരിക്കുന്നു. ദൈവം എന്നേക്കുമായി പ്രസാദിച്ച ഈ നീതിയാഗം കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നിർവഹിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ ആ നീതിയെ പുണരുക എന്നൊരു ദൗത്യം മാത്രമേ നമുക്കിനി ചെയ്യുവാനുള്ളൂ. പാവപരിഹാരത്തിനായി ഇനിയൊരു യാഗവും ആവശ്യമില്ല. കാൽവരി ക്രൂശിൽ കർത്താവ് ഒരുക്കിയ ഈ രക്ഷയെ വിശ്വാസത്തോടെ സ്വന്തമാക്കുന്നവരെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇതാണ് ഒരു ദൈവപൈതലിൻ്റെ നിത്യമായ സന്തോഷമെന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവം നീതീകരിക്കുന്നവരുടെ മേൽ ദൈവമുഖം പ്രകാശിക്കും. ഈ ലോകത്ത് ഒരു വസ്തുവിനും ഒരവസ്ഥയ്ക്കും തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തിയും അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്നു. യഥാർത്ഥമായ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയൂ. കാരണം അവരുടെ ആത്മാവ് നിത്യരക്ഷയെ അവകാശമാക്കിയിരിക്കുന്നു. റോമൻസ് 15:13 വചനം ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ ഒരു സമാധാനം അന്തരാത്മാവിലുള്ളൊരു ദൈവപൈതലിനെ ഭയപ്പെടുത്തുവാൻ, ആകുലപ്പെടുത്തുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ഇത് കേവലം അജ്ഞതയിൽ നിന്നുള്ള സമാധാനമല്ല. വിഷമേറിയ ഒരു പാമ്പ് കിടക്കയുടെ അടിയിൽ കിടപ്പുണ്ടെങ്കിലും അതറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ആ കിടക്കയിൽ കിടന്നുറങ്ങുന്നതിന് ഭയമുണ്ടാകുകയില്ല. എന്നാൽ ആ പാമ്പിൻ്റെ സാന്നിധ്യം അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ കിടക്കയിൽ സമാധാനത്തോടെ കിടക്കുന്നതിന് കഴിയില്ല. ഇതുപോലെയാണ് സ്വന്തം പാപാവസ്ഥയും അതിനുള്ള ഭയങ്കരമായ ന്യായവിധിയും തിരിച്ചറിയാതെ ഈ ജീവിതം വളരെ സ്വസ്ഥമെന്ന് കരുതി മുന്നോട്ട് പോകുന്നവരുടെ അവസ്ഥയും. പ്രിയമുള്ളവരെ, ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. നിത്യമായ സമാധാനത്തിലേക്ക് എല്ലാ മനുഷ്യരും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ.